ഇപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് ടാങ്കെല്ലാം കാലിയാക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഇന്ന് എല്ലാ മീനുകളെയും വിട്ട് ഒഴിവാക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സങ്കടമുള്ളൊരു ദിവസമാണ് ഇന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം നോക്കി വളർത്തി നമ്മളെ മീനിനെ നമ്മൾ ഇന്ന് വിറ്റ് ഒഴിവാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരെയും ഒന്ന് അറിയിക്കുക വെച്ചാൽ നമ്മൾ മീൻ ഫാം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ തന്നെ വേറെ പുതിയ ബ്രീഡ് ഇറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഫാമൊന്നും കൂടി ബിൽഡ് ചെയ്തിട്ട് നന്നായിട്ട് പണിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് എല്ലാം ഒഴിവാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലമായി നോക്കാത്തതുകൊണ്ട് എല്ലാ ഫിഷ് ടാങ്കിലും ആൽഗയും കാര്യങ്ങളൊക്കെ കയറി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മിക്കവാറും മീനിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് വീണ്ടും ശരിക്കും നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ മീനിലുള്ള എല്ലാ മീനുകളും സത്യം പറഞ്ഞു വെച്ചാൽ നമ്മുടെ ക്വാളിറ്റി ഇല്ലാത്ത ബ്രീഡുകളാണ് നമുക്ക് ബാച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മിക്സഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് എല്ലാം മിസ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മീനുകളെല്ലാം വിറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ മിക്സഡായിട്ടാണ് കൊടുക്കുന്നത്. എല്ലാം മിക്സഡായിട്ട് ഇതേപോലെയാണ് കൊടുക്കുന്നത്. അടുത്തുള്ള ഫിഷ് ഫാമിലോട്ടല്ല, അടുത്തുള്ള ടൗണിലൊരു കടയുണ്ട്. നമ്മുടെ റെഗുലറായിട്ട് മീൻ എടുക്കുന്ന ഒരു അക്വ ഷോപ്പുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ബാക്കി മീനുകളെല്ലാം നമ്മളിപ്പോൾ കുറച്ചൊക്കെ വിറ്റ് കഴിഞ്ഞ് ബാക്കി കുറേ ഉണ്ട്. ഇപ്പോൾ ടാങ്കിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. മിക്കവാറും ടാങ്ക് നമ്മൾ ഒഴിപ്പിച്ച് ഇനിയിപ്പോൾ കുറച്ച് ടാങ്കിൽ മാത്രം മീനുകളുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും വിറ്റ് ഒഴിവാക്കുകയാണ്. ഇതിനുശേഷം നമ്മളിപ്പോൾ എന്തായാലും വേറെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതിലുള്ള മീനുകളെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ക്വാളിറ്റി കമ്മിയുള്ള ബ്രീഡുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ടാങ്കിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ, ഫുള്ള് ആൽഗയൊക്കെ കയറിയിട്ട് ആകെ മോശമായിട്ടുള്ള കണ്ടീഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഇപ്പോൾ വിറ്റ് ഒഴിവാക്കണം, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ ആർക്കെങ്കിലും വിലക്കമ്മിയിലൊക്കെ വേണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ കൊറിയർ അയച്ചു തരാം. നമ്മൾ പരമാവധി ഏറ്റവും ലോ ക്വാളിറ്റി പ്രൈസിനാണ് നമ്മൾ അടുത്തുള്ള കടയിൽ മീൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിവാക്കാൻ പോകണം. നമ്മുടെ എല്ലാ ഇപ്പോൾ ആർക്കെങ്കിലും ഈ മിക്സഡായിട്ട് കൊടുക്കുന്ന പീസും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും റേറ്റ് ചെയ്യുമ്പോഴായിട്ടാണ് നമ്മൾ അടുത്തുള്ള കടയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക. ഇതെല്ലാം ഇന്ന് നമ്മളിപ്പോൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന മീനുകളാണ്. ഇന്ന് ഇത് ഫുള്ള് നമ്മൾ മിക്സഡായിട്ട് നമ്മൾ അടുത്ത കടയിലോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. ഇതിന് നമുക്ക് ആ കിട്ടുന്ന ഒന്നിന് 6 രൂപ സംതിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് അറിയുന്ന ഒരാളും കൂടിയാണ്, അതാണ് നമ്മൾ ആ റേറ്റിന് കൊടുക്കുന്നത്. നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ ഇറക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ മീനിൻ്റെ കൊറിയർ സർവീസൊന്നും എന്തായാലും നിർത്താൻ പോകുന്നില്ല. എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം മാത്രം നമ്മൾ എത്തിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതും വിട്ടുപോരുത്. അപ്പോൾ ഇതാ പിള്ളേരൊക്കെ പോകാൻ നിൽക്കുകയാണ്. ലാസ്റ്റായിട്ട് നമ്മുടെ മീനെടുത്തിട്ട് നമ്മുടെ പിള്ളേർക്ക് ഇതാ പോയിരുന്നു. എന്തായാലും നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ എന്തായാലും നല്ല ക്വാളിറ്റി സാധനങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും മീനും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.